ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ അധോലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ? ഓക്കെ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രീമാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പക്ഷെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ തെറി വിളിച്ച് കാണും ഇല്ലേ? പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വെള്ളം ഇല്ലാത്തടത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുങ്ങാൻ പാടില്ല. മുങ്ങിയാൽ തലമുട്ടിയാൽ തലയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. തലയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ശരീരത്തിനെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അരമണിക്കൂർ താമസിച്ചോ ഒരു ദിവസം താമസിച്ചോ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, തല അവിടെ കാണുമല്ലോ. അപ്പം ഇന്ന് നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ ഒരു 3-4 ദിവസം നമ്മൾ മാർക്കറ്റിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. മാർക്കറ്റ് ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് പോകുന്നത്. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം കഴിഞ്ഞ 10-ാം തീയതി മുതൽ നമ്മളൊരു സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യും, നേരെ താഴോട്ട് വരും, എന്നിട്ട് ഒരു പക്ഷേ റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ പകുതി റിക്കവർ ചെയ്തെന്ന് കൺസോൾഡേറ്റ് ചെയ്യും ഇല്ലേ? അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നേരെ താഴെ പോരുന്നു, ഒന്നീ കൺസോൾഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും റിക്കവറി കാണിക്കുന്നു. അടുത്ത ദിവസം ഇതേ സംഭവം തന്നെ, മാർക്കറ്റ് വീണ്ടും നേരെ താഴെ പോകുന്നു, താഴെ പോയതിന് ശേഷം പകുതിയോളം എന്ത് ചെയ്യുന്നു? റിക്കവർ ചെയ്യുന്നു. ഇന്നും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇല്ലേ? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വരുന്നു, അതിനുശേഷം കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു റിക്കവറി കാണിച്ചു, പിന്നെ അവസാന നിമിഷം വീണ്ടും തദൈവ തരികിട കളിച്ചു, നൃത്തം കളിക്കുകയായിരുന്നു ഇല്ലേ? ഇതാണ്. അപ്പം മാർക്കറ്റ് നിലവിൽ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ഈ ക്യാൻഡലിൻ്റെ സംഭവങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് നിലവിൽ ഒരു ദിശാബോധമില്ല. എൻ്റെ ഭാഷ പറയുവാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ദിശാബോധമില്ല. കാരണം എങ്ങോട്ട് മാർക്കറ്റിന് പോകണം എന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. കാരണം മാർക്കറ്റിന് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ വേണം ഇല്ലേ? മാർക്കറ്റ് മുകളോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വേണം, പൊട്ടി താഴെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വേണം. ഇത് രണ്ടുമില്ലാതെ ഒരു വൃത്തത്തിൽ അകപ്പെട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അപ്പം നിഫ്റ്റിക്ക് ഇവിടുന്ന് മോചനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് ഇന്നത്തെ എൻ്റെ ക്യാപ്ഷനിൽ അങ്ങനെ ഇട്ടേക്കുന്നത്, ഈ ഗ്രഹണം എപ്പം മാറും എന്നുള്ളതാണ് സൂചന. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, മാർക്കറ്റിൽ നിലവിൽ ഒരു ഡേ ക്യാൻഡിൽ സ്ട്രക്ചർ വെച്ച് നമ്മൾ മാർക്കറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ മനസ്സിലാകുന്നത്? മാർക്കറ്റിലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആകുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല, ഫോം ആകുന്നുണ്ട്. ആ ഫോമേഷന് കൺഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇത് നിലനിർത്തണം ഇല്ലേ? 24,350 ഞാൻ പറഞ്ഞിരുന്നു, നിലനിർത്തണം. അതിനുശേഷം നിലനിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ നോക്കിയാൽ ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തു, ഇന്നും ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ റിജക്ഷൻ ഫലവത്താകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്, ഇപ്പം ആസ് ഓഫ് കറണ്ട് ഇപ്പോൾ എത്ര 8 മണിയായി. ഈ 8 മണിക്ക് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇത്ര ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇവിടുന്ന് ഫോം ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിൽക്കണം, അതിനുശേഷം ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയും വേണം, എന്നെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് പക്ഷേ അങ്ങനൊരു ഫോർമേഷൻ ആണ് ഇവിടെ ഞാൻ നിലവിലത്തെ സെറ്റപ്പ് വെച്ചിട്ട് കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ല, നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു അവസ്ഥ പറയാം. ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് അല്ലെ പുതിയ ആൾക്കാർക്ക് ഇന്ന് ട്രേഡ് ഇല്ലായിരുന്നു. ക്ലിയർ ആയിട്ട് പറയാം, ഇന്ന് ട്രേഡ് ഇല്ലായിരുന്നു. ഇനി അല്പമെങ്കിലും എക്സ്പീരിയൻസും ചാർട്ടിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കിന്ന് നോക്കിക്കണ്ട അവസരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. മാർക്കറ്റ് രാവിലെ നേരെ താഴെ പോയിരുന്നു, PRയിലും കൊണ്ടായിരുന്നെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് നമ്മുടെ പഴയ ബോക്സായി കാണുന്നത് അല്ലേ? കൃത്യമായിട്ട് ആ ബോക്സിൻ്റെ വാതിക്കലെത്തി മാർക്കറ്റ് കുറേ നേരം ആടി കളിച്ചതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി, നമ്മുടെ പഴയ ബോക്സ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പുതിയ ആൾക്കാരോട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കുക, കഴിഞ്ഞ ദിവസം ഇന്നലെ മാർക്കറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ബുള്ളിഷ് അപ് ട്രെൻഡ് തന്നതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്തത് അല്ലേ? ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് പോയിരുന്നു. ഈ താഴോട്ട് പോയി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഞാനിത് ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, പക്ഷേ ഇത് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ ലോയെ ശ്രദ്ധിച്ചാൽ, ഈ ലോ ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ
പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? സപ്പോർട്ടോ റെസൻസോ എടുത്ത ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. പലപ്പോഴും അതേ പോയിന്റ് നോക്കി, ഈ 1, 2, 3 ഈ 3 ക്യാൻഡിലും ഒരേ പോയിന്റിൽ തന്നെ വന്ന് തട്ടി തിരിച്ചു പോയതാണ്. ഓക്കെ, മാർക്കറ്റ് എന്നിട്ട് തിരിച്ച് വന്ന് വീണ്ടും അതേ പോയിന്റിൽ തന്നെ എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തു. അപ്പം നമുക്ക് അനുമാനിക്കാം ഇത് ഒരു സപ്പോർട്ടായിട്ട് ഈ ലെവൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഈ പോയിന്റ് ഇതുവരെ നമുക്കറിയത്തില്ല, ഇവിടെ വെച്ചൊന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാൻ പറ്റുന്ന എവിടെയാണ്? ഈ പോയിന്റ് വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഉള്ള ഈ ഒരു ടെമ്പററി സപ്പോർട്ട്, ഈ ഒരു ഏരിയ വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ട് അവിടെയും ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തല്ലോ. ഫേസ് ചെയ്ത് ആ പോയിന്റ് നിങ്ങൾ നോക്കിക്കേ, ആ പോയിന്റിലും ഇവിടെ നോക്കി, ഇതൊരു സപ്പോർട്ട്, ഇതും മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴെ പോയിട്ട് വീണ്ടും വന്ന് സപ്പോർട്ട് ഇത് ഇവിടെ, ഈ പോയിന്റ് അത് തന്നെ, ഇവിടെ ഉണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അതേ ഒരു ലെവലിൽ തന്നെ വന്നിട്ട് റിജക്റ്റ് ചെയ്തു. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിനകത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എല്ലാം സ്പൂണിൽ കോരി തരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ കിട്ടി, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇല്ലേ? ഇവിടെ പോയിന്റ് കിട്ടി, ഇവിടെ പോയിന്റ് കിട്ടി, ഇവിടെ പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിനുള്ള സാധ്യത ഉണ്ട്, ഇല്ലേ? നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ നോക്കാം. ഇത് പുതിയ ആൾക്കാർക്കല്ല, പക്ഷേ ഇനി ഭാവിയിൽ ഇങ്ങനൊരു സെനാരി വരുമ്പം നിങ്ങൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് കണ്ടുപിടിക്കുന്നത്, ട്രേഡ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ വന്നു, തട്ടി തിരിച്ചു വന്നു, വീണ്ടും നോക്കിക്കേ, അതേ പോയിന്റ് വന്ന് തട്ടി, വീണ്ടും റിജക്ഷൻ. ഈ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഇല്ലേ? അങ്ങനെ ഈ റിജക്ഷനിലൂടെ നമ്മൾ ട്രേഡ് എടുത്തു. സപ്പോസ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, അല്ലേ? ഈ വിക്ക് വെച്ച് സ്റ്റോപ്പ് ലോസ് വേണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അവിടുന്ന് ട്രേഡ് എടുത്തവർക്ക് വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടി. അതിനുശേഷം ഇവിടെ നമുക്ക് അവിടം വരെ എത്തിയില്ല എങ്കിലും മാന്യമായി ന്യായം പാലിച്ചവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് തട്ടി അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്തു. ഒരു സ്പിന്നിങ് ടോപ്പ് പോലെ നമുക്ക് കിട്ടി, ഇല്ലേ? വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അവിടുന്ന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് സൈഡ് പോയി. വീണ്ടും മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 376 നമ്മുടെ ഒരു സപ്പോർട്ട് ലെവലായിരിക്കും. ഇവിടെ എന്ത് സംഭവിക്കും നോക്കി മാത്രം ട്രേഡ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു, മാർക്കറ്റ് വീണ്ടും തിരിച്ച് മേലോട്ട് പോയതിന് ശേഷം ഈ ഒരു ന്യൂസ് ബേസിലല്ല ഇത് പോയത്. ഈ പോയത് ഒരു കാരണവുമില്ല. മാർക്കറ്റ് ഈ 2 ക്യാൻഡിൽ, ഞാൻ അന്നേരം ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ 2 ക്യാൻഡിൽ ഇങ്ങനെ മുകളിലോട്ട് കയറിയതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാൻ US മാർക്കറ്റും മറ്റു മാർക്കറ്റുകൾക്കൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ ആരോ ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയി, എന്നിട്ട് ശരി അത്രയും തന്നെ പൊട്ടിച്ചു. കാരണം എന്താണ്? സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. മാക്സിമം 2 പ്രാവശ്യം അങ്ങോട്ടും ഷട്ടിൽ അടിക്കുവാണെങ്കിൽ അത്രയും പ്രീമിയം ഉരുകി കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടൊക്കെ നിങ്ങൾ ന്യായം പാലിക്കുവാണെങ്കിൽ മാന്യമായി പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പുതിയ ആൾക്കാരോടല്ല ഞാൻ പറയും, ഇന്ന് ട്രേഡ് എടുത്തില്ലെങ്കിൽ ഐ എം റിയലി അപ്രീഷിയേറ്റ് യു. കാരണം ഇത് നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. കാരണം എന്താണ്? നമുക്ക് ഒരു ലെവലിലും നമുക്ക് എന്ത് ചെയ്തില്ല, കൃത്യമായിട്ടൊരു സപ്പോർട്ടോ റെസൻസോ നമുക്ക് കിട്ടി ട്രേഡ് എടുക്കാനുള്ള അവസരം നമുക്ക് ഇല്ലായിരുന്നു. ഇവിടെ മാത്രം വേണമെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ലാസ്റ്റിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, പക്ഷേ ഇവിടെയൊക്കെ 3 മണിക്കായപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഹംഗാമായിരുന്നു. അപ്പം ഇതാണ് ഇന്ന് മാർക്കറ്റിലുണ്ടായ സംഭവം. ഇന്ന് നിങ്ങൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇനിയല്ല, കൃത്യമായിട്ട് ശരിക്കും ചാർട്ടുകൾ വാച്ച് ചെയ്യുന്ന ഇങ്ങനത്തെ പുതിയ നിഗമനങ്ങൾ കണ്ടുപിടിക്കുന്നവർ കാണുന്നെങ്കിൽ അവസരം ഉണ്ടായിരുന്നു. അവർ സ്കാൽപ്പ് ചെയ്ത് 10, 15, 12, 10, 8 പോയിന്റ് എടുത്തവർക്ക് മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ ഇനി നാളെ നമുക്ക് എന്ത് സംഭവിക്കും? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ 24,376 നാളെ നമുക്ക് നിർണായകമാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ 24,500 ഇപ്പം നിലവിൽ നിഫ്റ്റി ഓടുന്നത്. നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,400, 395, 100 പോയിൻ്റ് ഡിഫറൻസ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഒരു നോട്ടിലാണ് മാർക്കറ്റ് ഇപ്പം പോകുന്നത്. ഇപ്പം നമ്മൾ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവിലാണ്. അതുപോലെ തന്നെ ക്രൂഡ് പൊട്ടുന്നുമുണ്ട്. ഓക്കെ, ചെറുതായിട്ടെങ്കിലും ക്രൂഡ് പൊട്ടുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് നോക്കിക്കേ, കൃത്യമായി എൻ്റെ ഒരു വരയുണ്ട്. ആ വര ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി പോവാണ്. ഓക്കെ, നമ്മുടെ വരയ്ക്ക് എവിടെയാണെങ്കിലും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഓക്കെ, അപ്പം നമുക്കിനി നാളെ എന്താ സംഭവിക്കുക? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ 376 നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം.
ഇത് ബ്രേക്ക് ചെയ്ത് മോളിൽ പോയി. ഇതിനിപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പോട് കൂടെ വല്ലതാണ് ഓപ്പൺ സോറി ഗ്യാപ്പ് അപ്പ് അല്ല, ഇവിടെ ഓൾറെഡി ഇതിൻ്റെ മുകളിലാണ് CS കാര്യം മറന്നുപോയി, ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇതിവിടെ നാളെ നോക്കേണ്ടത് ഈ 428 ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഓൾമോസ്റ്റ് നമ്മുടെ ലെവലും ഇന്ന് ഓപ്പൺ ചെയ്തത് ലെവലും എല്ലാം ഏകദേശം ഒരേ പോയിൻ്റാണ്. അപ്പോൾ ഈ 428 നാളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അല്ല ഇവിടെ നിന്ന് 376 സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. ഇനി ഈ 376 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണ്ട കേട്ടോ, ഈ ഒരു ബോക്സിൻ്റെ ആവശ്യം ഇല്ല. ഈ 376 പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോക്സാണ് നമ്മുടെ അടുത്ത സപ്പോർട്ട്. ഓക്കെ, ഈ കൂട്ടിനകത്ത് കയറുമോ ഇല്ലെന്ന് നോക്കുക. കൂട്ടിനകത്ത് കയറിയാൽ അവിടെ നിന്ന് സംഭവിക്കാൻ നോക്കി മാത്രം ട്രേഡ് എടുക്കുക. അല്ല ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 428 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി മുകളിലോട്ടുള്ളൂ. അങ്ങനെ 428 നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24,500 നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ലെവൽ. പിന്നെ നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യണം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. എത്ര പേര് വാച്ച് ചെയ്യുന്നു നമുക്കറിയത്തില്ല. റിലയൻസിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ആ വരച്ച വരയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു, സാധനം നേരെ താഴെ വന്നു. നാളെ റിലയൻസ് ഇവിടെ തിരിച്ച് റീബൗണ്ട് ചെയ്യാൻ നോക്കുക. ഒന്നത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് റിലയൻസ് റീബൗണ്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ റീബൗണ്ട് ചെയ്ത് 1323 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാം, റിലയൻസിലും ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാം. ഒന്നാമത്തെ കാര്യം അത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ICICI ബാങ്കാണ്. ICICI ബാങ്കിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ഈ റിസൾട്ട് വന്ന അന്ന് തന്നെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പഴയ സ്വഭാവം വെച്ചിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം നേരെ തിരിച്ച് താഴെ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതാ നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, തിരിച്ച് വീണ്ടും വന്നൊരു സപ്പോർട്ട് ലെവലെത്തിക്കുകയാണ്. അപ്പം നാളെ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ ICICI ബാങ്കിനെ വാച്ച് ചെയ്യുക. ICICI ബാങ്ക് ഇത്രയും വീണു, ഏകദേശം 1480 ഒരു 80 പോയിൻറ്റിനടുത്ത് 75 പോയിൻറ്റിനടുത്ത് ICICI ബാങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു. അതിനുശേഷം നാളെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്കിങ് സെക്ടറിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ICICI ബാങ്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാരണം കൃത്യമായിട്ടൊരു സപ്പോർട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമോ ഇവിടെ തിരിച്ച് കയറുമോ എന്നുള്ളത് നാളെ ICICI ബാങ്കിന് നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. ഒന്നുകൂടെ പറയാനുണ്ട്. അടുത്തത് ആക്സിസ് ബാങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നോക്കിക്കേ, ഒരു നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പം ഇത് ഡേ ചാർട്ടാണ്, സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം ആക്സിസ് ബാങ്കും നാളെ പെർഫോം ചെയ്ത്, അപ്പം ICICI ബാങ്കും എല്ലാവരും ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ICICI ബാങ്കും ആക്സിസ് ബാങ്കും നാളെ റിലയൻസും കൂടെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ നാളെ മസ്റ്റായിട്ട് ഈ 3 സ്റ്റോക്കിനെയും, റിലയൻസിനെയും ആക്സിസ് ബാങ്കിനെയും ICICIയെ നിങ്ങൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ നമുക്ക് പറയാനുള്ളത് പിന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണ്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം ബാങ്ക് നിഫ്റ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അത് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. മിഡ് ക്യാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ 500, ഞാൻ ഇന്നലെ പറഞ്ഞത് 521 ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇനി മുകളിലോട്ട് ഇല്ലേ, മുകളിലോട്ട് വര വരയ്ക്കേണ്ടി വരും. ആ വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വരയ്ക്കാൻ ശൂന്യതയാണ് മുകളിൽ ഇല്ലേ, നമുക്ക് മുകളിൽ ശൂന്യതയാണ്. അപ്പോൾ അങ്ങനെ ശൂന്യത വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റീസെൻ്റ് ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനകത്തിൽ നമുക്കൊരു വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ഹൈ ഇവിടുന്ന് ഇവിടം വരെ പോയി ഇല്ലേ, വീണ്ടും തിരിച്ച് ഇവിടുന്ന് ഇവിടം വരെ കയറി, വീണ്ടും തിരിച്ച് അതേ പോയിന്റിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു റാലി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് അടുത്തൊരു ലെവല് കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഇവിടം വരെ ഇത്രയും കൂടെ പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇത്രയും വരെ പോകാനുള്ളൊരു സാധ്യത നമുക്കുണ്ട്. ഓക്കെ, ഇതായിരിക്കും 15,163
ഇതായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് ലെവൽ. ഓക്കെ, കാരണം നമ്മൾ ശൂന്യതയിലാണ്, മുമ്പോട്ട് എങ്ങനെ പോകും നമുക്കറിയത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ ഒരു പക്ഷെങ്കിൽ വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അല്ല ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത വരെ നമുക്ക് വീണ്ടും വേറെ വരയ്ക്കാം. അപ്പം ഇത്രയൊക്കെയാണ് നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ തല എങ്ങും മുട്ടാതെ ഭദ്രമായിട്ടിരിക്കും. ആ തലയുണ്ടെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.